എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നാം ചൊല്ലാൻ പോകുന്നത് ദശകം 15 കപിലോപദേശം. മനുഷ്യർക്ക് മോക്ഷം നേടാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് കപിലോപദേശത്തിൻ്റെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പഠിച്ചു. ഈ ദശകത്തിൽ അമ്മയായ ദേവഹൂതിക്ക് കപില ഭഗവാൻ തൻ്റെ ഉപദേശങ്ങളുടെ സാരാംശം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഉള്ളടക്കം. ഈ ദശകം മറ്റ് ദശകങ്ങളെപ്പോലെ അത്ര എളുപ്പമല്ല പഠിക്കാനും മനസ്സിലാക്കാനും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. മനുഷ്യ മനസ്സ് ഭൗതിക വസ്തുക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽ ബന്ധിതമാകുമ്പോൾ മനസ്സ് ബന്ധനത്തിന് കാരണമാകുന്നു. അവയിൽ നിന്ന് വേർപെടുമ്പോൾ മാത്രമാണ് മനസ്സ് മോചിതമാകുന്നത്. അതിനാൽ നാം മഹാത്മാക്കളുടെ പാത പിന്തുടരുകയും ഹൃദയത്തിൽ ഭക്തി എന്ന ലക്ഷ്യം മാത്രം വയ്ക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ അസ്തിത്വത്തെ നിയന്ത്രിക്കുന്ന 24 അടിസ്ഥാന തത്വങ്ങളുണ്ട്. അവ പ്രകൃതി, മഹാത്മാവ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, അന്ധകരണം, ഇന്ദ്രിയങ്ങൾ, പുരുഷൻ എന്നിവയാണ്. പുരുഷൻ എപ്പോഴാണോ ഈ വിഭാഗങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് പ്രകൃതിയുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുന്നത്. പ്രകൃതിയുമായോ ദ്രവ്യവുമായോ ബന്ധപ്പെട്ട നിരവധി ഗുണങ്ങളെക്കാൾ വളരെ ഉയർന്നതാണ് പുരുഷൻ അഥവാ ആത്മാവ്. പുരുഷൻ പ്രകൃതിയോടടുപ്പത്തിലായാൽ, അതായത് ആത്മാവ് പ്രകൃതിയോടടുപ്പത്തിലായാൽ, പ്രകൃതിയുടെ ഗുണങ്ങൾ അവനെ സ്വാധീനിക്കുന്നു. അങ്ങനെ ആത്മാവ് ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ ഗുണങ്ങൾ അന്വേഷിക്കുകയും ചെയ്താൽ പ്രകൃതി ആത്മാവിനെ സ്വതന്ത്രമാക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ധ്യാനങ്ങളിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ഗരുഡനിൽ ആസനസ്ഥനായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഭഗവാന്റെ സദ്ഗുണങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളുടെയും കഥകൾ കേൾക്കുന്നതും അവിടുത്തെ നാമങ്ങൾ ആവർത്തിച്ച് ജപിക്കുന്നതും മഹത്വങ്ങൾ ആലപിക്കുന്നതും ഗംഗാനദി പോലെ തടസ്സമില്ലാതെ ഒഴുകുന്ന തീവ്രഭക്തിയെ പ്രചോദിപ്പിക്കുമെന്നും അത്തരം മഹത്തായ ഭക്തി മരണത്തെ ജയിക്കാൻ തക്ക ശക്തിയുള്ളതാണെന്നും അദ്ദേഹം ഉപദേശിച്ചു. ശാരീരിക അഭിനിവേശത്തിനും സന്താന സ്നേഹത്തിനും അടിമകളായ മനുഷ്യർ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി അന്യായവും ക്രൂരവുമായ മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കുന്നു. അങ്ങനെ ഭഗവാനോട് ഭക്തിയില്ലാതെ ലൗകിക സ്വത്തുക്കളിൽ ആസക്തരായതിനാൽ അവർക്ക് നരകത്തിലേക്ക്, അതായത് കഷ്ടപ്പാടുകളിലേക്ക് പോകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ അനന്തമായ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നു. യഥാർത്ഥ ജ്ഞാനമുണ്ടെങ്കിലും ദുഃഖങ്ങളെ മറികടക്കാൻ ഒരു മാർഗവുമില്ല. അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ ആ അറിവ് മറക്കുകയും ബാല്യത്തിൽ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയും കൗമാരത്തിൽ അഭിനിവേശത്തിന് അടിമയായിത്തീരുകയും ചെയ്യുന്നു. ദേവന്മാരെയും പിതൃക്കളെയും പ്രീതിപ്പെടുത്തി സദ്ഗുണപൂർണമായ ജീവിതം നയിക്കുന്ന മനുഷ്യൻ മരണത്തിലേക്ക് പോവുകയും താൻ നേടിയ പുണ്യങ്ങൾ തീർന്നു പോയതിനു ശേഷം പുതിയൊരു ജന്മം കൈക്കൊള്ളുകയും ചെയ്യും. എന്നാൽ നമ്മുടെ കർമ്മവും ഭക്തിയും ഫലേച്ഛ കൂടാതെ ഭഗവാന് സമർപ്പിച്ചാൽ മനുഷ്യന് മോക്ഷപ്രാപ്തി ഉണ്ടാവും. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയ അമ്മയായ ദേവഹൂതി മനസ്സിൻ്റെ വിശുദ്ധി നേടി മോക്ഷം നേടി. വീണ്ടും കപില ഭഗവാൻ ജനനന്മയ്ക്കായി ഒരു കൂട്ടം സന്യാസിമാരോടൊപ്പം പുറപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിക്ക് മാത്രമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് തരാനും കഴിയൂ. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എൻ്റെ എല്ലാ ദുഃഖങ്ങളും അകറ്റി അങ്ങയോടുള്ള അചഞ്ചല ഭക്തി ജ്വലിപ്പിക്കണേ എന്നാണ് മേൽപ്പത്തൂർ ഈ ദശകത്തിൽ പറയുന്നത്. ദശകം 15 കപിലോപദേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃത് ഉപരുന്ദേ ഭക്തിയോഗസ്തു സക്തി മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന ഗാദി പ്രകൃതി മഹദഹങ്കാരാച്ച മാത്രാച്ച ഭൂതാനി അഭിഹൃതവിദശാഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സോ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന ഗാദി പ്രകൃതിഗത ഗുണൈഖേർനാജ്യതേ പൂരുഷോയം യദി സജതി തസ്യാൻ തദ്ഗുണാസ്തംഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യൈന ഗാദി വിമലമധുരുപാത്തേർ ആസനാദ്യൈർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈന ഗാദി മമ ഗുണഗണലീല കർണനൈ കീർത്തനാദ്യൈർ
മയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹ്യ മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാതി അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്തോ യാതനാമയ്യ ഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാതി യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിപദമുഹുത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാതി പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സജനിപതതികാലേ ദക്ഷിണോദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മദൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാതി ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതി കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഗേ വിമലമതിരദാസോ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം പരമകിമു ബഹൂക്ത്യ തത്പദാംബോജഭക്തി സകലഭയവിനേത്രീ സർവകാമോപനേത്രീ വദസി ഖലു ദൃഢം ത്വം തദ്വിദൂയാമയാന്മേ ഗുരുഭവനപുരേശ തൊയ്യുപാദത്സ്വഭക്തിം. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.